ഹലോ, നമുക്ക് പോയി കുറച്ച് നേപ്പാളി ഫുഡ് ട്രൈ ചെയ്താലോ? അതെ, ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ 2 ഫ്രണ്ട്സുമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോവാണ്. അത് ഒരാൾ നേപ്പാളിലും ഒരാൾ മണിപ്പൂരുമാണ് സ്ഥലം വരുന്നത്. ഇതിന് മുമ്പൊരു വ്ളോഗിൽ മണിപ്പൂർ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. കുറച്ചധികം ദൂരം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ശരിക്കും വണ്ടർ അടിച്ചു പോയി. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ്. പിന്നെ അവരുടെ ഒരു ഹോട്ടൽ, അതായത് നമ്മൾ കയറി ഹോട്ടലല്ല, സോറി, റെസ്റ്റോറൻറ്റ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ ടച്ചൊക്കെ വെച്ചിട്ട് നമ്മളവിടെ ഇരുന്ന് മറ്റേ ചമ്പരം പൂട്ടൊക്കെ ഇട്ടിരുന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഞാൻ പറഞ്ഞത് ഒരു സ്വീറ്റ് ലസ്സി ആയിരുന്നു. പിന്നെ ഇതൊരു മാഗിയുടെ ഒരു സംഭവം, അതായത് നമ്മുടെ മാഗി കുക്ക് ചെയ്യാതെ ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കുറച്ച് വെജീസും സ്പൈസസും ഒക്കെ ആഡ് ചെയ്ത സംഭവം. ഇത് ആലൂസ് ആയിരുന്നു, അതായത് നമ്മുടെ തക്കാളി, കിഴങ്ങ്, സവാള. ഇത് രണ്ടും നല്ല സ്പൈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഒരു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു ആപ്പിൾ ബിയറും കൂടി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മെയിൻ കോഴ്സിലോട്ട് പോയി. നമ്മൾ നോൺ വെജ് മീൽ, അതായത് ചിക്കൻ മീലായിരുന്നു ഞാനും ഹസ്ബൻഡും പറഞ്ഞത്. അതിൽ ഇത് പ്രത്യേകിച്ച് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവർ സെർവ് ചെയ്യുന്നതെല്ലാം ഗോൾഡൻ കളർ പ്ലേറ്റിലാണ്. എന്തോ പേര് പറയില്ല, ഞാൻ മറന്നുപോയി. പിന്നെ ഒത്തിരി സൈഡ് ഡിഷ് ഉണ്ട്, അതായത് സ്പിനാച്ച്, പൊട്ടറ്റോ, കോളിഫ്ലവർ, റാഡിഷ്, ഡാല്, പിന്നെ പായസം, നമ്മുടെ സേമിയ പായസം. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവരെ കുറച്ച് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി. പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് നടന്ന് കണ്ട് കറങ്ങി. 2 സോക്സ് മാത്രമേ നമ്മൾ മേടിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യണം.